നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UDF സർക്കാരുകൾ കൊണ്ടുവന്ന പുരോഗമനപരമായ എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് ആശ്ലേഷിക്കുകയും ചെയ്ത ചരിത്രമാണ് CPM-നുള്ളതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. CPM-ന്റെ അപരിഷ്കൃത നയങ്ങൾ മൂലം യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള തീരുമാനം വൈകി ഉദിച്ച വിവേകമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ CPM എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ തിരുത്താൻ വൈകിയത് മൂലം അവസരങ്ങൾ ഏറെ നഷ്ടപ്പെട്ട നാടാണ് നമ്മുടേത്. +2 സ്വാശ്രയ വിദ്യാഭ്യാസം, ഓട്ടോണമസ് കോളേജ്, സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകളുമായി സഹകരണം തുടങ്ങിയ കാലോചിതമായ എല്ലാ പരിഷ്കാരങ്ങൾക്കും CPM തുരങ്കം വെച്ചു. ഈ നയങ്ങളുടെയെല്ലാം ഉപയോക്താവും പ്രയോക്താവുമായി പിന്നീട് CPM മാറി. 1982-87 K. കരുണാകരൻ സർക്കാരിൻ്റെ കാലം മുതൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ഇതിനായി ആ സർക്കാർ നിയോഗിച്ച മാൽക്കം S. ആദിശേഷയ്യ കമ്മീഷന്റെ നിഗമനങ്ങളെ പാടെ തള്ളിക്കളയണമെന്നായിരുന്നു അന്ന് CPM-ന്റെ പ്രധാന ആവശ്യം. അക്കാലത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി കോഴ്സ് സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ വ്യാപകമായ അക്രമമാണ് അഴിച്ചുവിട്ടത്. 1996 E.K. നായനാർ സർക്കാർ പ്രീ ഡിഗ്രി ബോർഡ് നടപ്പിലാക്കുകയും ചെയ്തു. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുകയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഒരു കോഴ്സ് അനുവദിക്കുകയും ചെയ്തു. അന്നും പ്രചണ്ഡമായ സമരമുണ്ടായി. 1991-95 കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് സഹകരണ മേഖലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനെതിരെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്തു വന്നു. കരുണാകരന്റെയും രാഘവന്റെയും സ്വകാര്യ സ്വത്താണിത് എന്നായിരുന്നു CPM-ന്റെ പ്രചാരണം. 40 ദിവസത്തോളം നീണ്ട സമരത്തിനൊടുവിലാണ് 1994 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടായത്. പിന്നീട് CPM പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിടിച്ചെടുത്ത് സ്വന്തമാക്കി. 2001 ഏക ആന്റണി സർക്കാർ സ്വാശ്രയ മേഖലയിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ CPM ഈ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തി. സ്വാശ്രയ കോളേജുകൾക്കെതിരെ അണികളെ ഇളക്കിവിട്ടപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മക്കൾ സ്വാശ്രയ കോളേജുകളിലും വിദേശത്തും വിദ്യാഭ്യാസം നേടി. 2006 VS അച്യുതാനന്ദൻ സർക്കാർ ഉദാരമായി സ്വാശ്രയ സ്ഥാപനങ്ങൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ എതിർത്ത SFIക്കാർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന TP ശ്രീനിവാസന്റെ മുഖത്തടിച്ചു. CPM-ന്റെ പിന്തിരിപ്പൻ നയങ്ങൾ മൂലം തലമുറകൾക്കാണ് കനത്ത നഷ്ടം സംഭവിച്ചതെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.